മീഖായ നിനോ തോമസ്, തൃക്കണ്ണമംഗൽ പ്രയർ ഹാൾ. മീഖായ നിനോ തോമസ്, തൃക്കണ്ണമംഗൽ പ്രയർ ഹാൾ. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്നുമുള്ള ഒരു മനോഹരമായ ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കഥയുടെ പേര് ഇവൻ ആര്. പണ്ടൊരിക്കൽ ഗലീല കടലിൽ തീരത്തിനടുത്തിരിക്കുന്ന ഒരു പടകിലിരുന്ന് യേശു കർത്താവ് ആ പകൽ മുഴുവനിരുന്ന് അവിടെ പ്രസംഗിക്കുകയായിരുന്നു. അവിടെ ഇരിക്കുന്ന പുരുഷാരത്തോട്. സന്ധ്യയായപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്കിപ്പോ തീരത്തിന്റെ അക്കരയ്ക്ക് പോകണം. ശിഷ്യന്മാര് പടുക്കു നീക്കി അക്കരയ്ക്ക് തിരിച്ചു. ആ തടാകത്തിന്റെ വെള്ളം വളരെ ശാന്തമായി. ആകാശത്തെ നക്ഷത്രങ്ങൾ കുതിച്ചൊലിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇളം കാറ്റ് വീശിയപ്പോൾ യേശു കർത്താവ് ആ പടകിന്റെ പുറകിൽ നിന്ന് ചാരിയെന്ന് പതുക്കെ ഉറക്കത്തിലായി. പെട്ടെന്ന് ആകെ സംഗതി മാറി. ഒരു വലിയ കാറ്റടിച്ചു. തിരമാലകൾ ഉയരുവാൻ തുടങ്ങി. അവ ഉയരുകയും താഴുകയും മൂലം പടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുവാൻ തുടങ്ങി. അവ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അതാതെ യേശു കർത്താവ് അവിടെ സുഖമായ ഉറക്കത്തിലിരിക്കുന്നു. ശിഷ്യന്മാർ യേശു കർത്താവിനെ വിളിച്ചു ഉണർത്തി. എന്നിട്ട്, ഗുരു ഗുരു, നീയൊന്നും ഇത് അറിയുന്നില്ലേ? നമ്മൾ മുങ്ങാൻ തുടങ്ങുവാണ്. യേശു കർത്താവ് ഉറക്കത്തിൽ എണീച്ച് യേശു കർത്താവിന്റെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ യേശു കർത്താവ് കണ്ടത് ആർത്തലിച്ചു വരുന്ന കാറ്റിനെയും തിരമാലകളെയുമാണ്. അടങ്ങും, ശാന്തമാകും, യേശു കർത്താവ് ഉറക്കെ പറഞ്ഞു. പെട്ടെന്ന് കാറ്റ് നിന്നു. അതിൻ്റെ കൂടെ തിരമാലകളും നിന്നു. എല്ലാം ശാന്തമായി. വെള്ളം പഴയ പോലെ സ്വസ്ഥതമായി. ആ തിരമാലകൾ കണ്ണാടി പോലെ നിശ്ചലമായി. യേശു കർത്താവ് ശിഷ്യന്മാരെ ഒന്ന് നോക്കി പറഞ്ഞു, നിങ്ങൾ എന്തിനാ വെറുതെ ഭയപ്പെടുന്നേ? നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നെ? അവർ തമ്മിൽ നോക്കി പറഞ്ഞു, കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നത്. ഇവൻ ആര്? പ്രിയ കേൾവിക്കാരെ, യേശു കർത്താവ് തന്റെ ശക്തി അങ്ങനെയാണ് അവർക്ക് കാണിച്ചു കൊടുത്തത്. നിങ്ങളുടെ കൂടെ എപ്പോഴും യേശു കർത്താവ് ഉണ്ടായിരിക്കുന്നതാണ്. Praise the Lord.